ഒരു 10-15 കൊല്ലം ഞാൻ ഓരപ്പം പോയിട്ട് ഞമ്മക്കിപ്പം കയറി ഒരു സലാം പറഞ്ഞ് കയറിയത് എന്തെങ്കിലും മുസ്ലിം ലീഗിൻ്റെ അമരക്കാരനായ ഹൈദരലി ശിഹാബ് തങ്ങളും കുടുംബത്തിനും എന്നും ഞങ്ങൾ ഒപ്പം അതേമാതിരി ഞങ്ങൾ പോരാടാൻ തയ്യാറാണ്. അത് എന്നും ഞങ്ങൾ പോരാടും. പിന്നെ ഇതുപോലത്തെ ചെറിയൊരു പരിപാടി എന്താ പറയുക, ഒരു കാളക്കുട്ടി നമ്മൾ വാങ്ങിയാൽ, ഒരു ഉദാഹരണം പറയും, ചെറിയ കാളക്കുട്ടിനെ വാങ്ങിയാൽ ഈ കാളക്കുട്ടി ഇങ്ങനെ കുറച്ചിങ്ങനെ വലുതായി ഇങ്ങനെ ഓടും. ആ ഓടിയതിൻ്റെ ദിവസം എന്ത് ചെയ്യും, അത് നമ്മളിങ്ങനെ പ്രായം കഴിഞ്ഞാൽ കാല് പുറത്താക്കും, കാല്. പിന്നെ നമ്മൾ വേറെ കുട്ടികളെ വാങ്ങുക. എന്നാൽ ഈ മാർക്സിസ്റ്റ് ഇപ്പോൾ കുട്ടികളാണ് കയറുന്നത്. വലിയവരൊക്കെ പോയി. കാരണം എന്താ പറയുക, അരിയൊക്കെ പോയി, പാർട്ടിക്കൊന്നുമല്ല. മാസ്റ്റ് പോയി, പാർട്ടിക്കൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഞാൻ കണക്കുട്ടിയാണ്, പാർട്ടിക്കൊന്നല്ല. പിന്നെ ഇവിടെ ഷെരീഫ് മെയ്ദിനാജി പോയി, അതും പാർട്ടിക്കൊന്നല്ല. ടിപിയും പോയി, അതും പാർട്ടിക്കൊന്നല്ല. പാർട്ടിക്കൊന്നല്ല, നിങ്ങൾ പാർട്ടി വലുതാകാം. ഇപ്പോൾ നേതാവില്ല, നിങ്ങൾക്ക് നേതാവില്ലാതെ കൊണാണ്. ഇപ്പോൾ കൊട്ടപ്പുറം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ നിന്നിങ്ങന്ന് എൻ്റെ മൗലവിയൊക്കെ ദേശം പൊട്ടിക്കുന്നുണ്ട്. ചില സംഗതിക്ക് എന്താ ഞാൻ ഉള്ളത് നല്ലോണം വെട്ടി തുറന്ന പകി എല്ലാവരോടും ചാടി കളിച്ചു. അതാ ഞാൻ പറഞ്ഞു, കാളക്കുട്ടി കുന്തിരിയാടുന്ന അറിയാം. അങ്ങാടി കുന്തിരിയാടി മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ അങ്ങാടിയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ കുന്തിരിയാടിയ ആളാണെന്നുള്ളത്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ഇതൊക്കെ നേതാക്കന്മാരാണ് ഇരിക്കുന്നത്, അത് മനസ്സിലാക്കണം. ഒരു നേതാവിനെ പറയാനുള്ളവർക്ക് എവിടെ നേതാവ്? എന്നാ നിങ്ങൾ നേതാവുണ്ട്, എവിടെ നേതാവ്? ആരെത്തിക്ക് ഞങ്ങൾ പോണേ? ഞങ്ങൾ കാര്യം പറഞ്ഞ ആരെയും ആള് വേണ്ട പോകാൻ. എവിടെ ആള്? ഇപ്പോഴത്തെ കുട്ടികളോ? എന്നാ വയസ്സ് മൂത്ത ആൾക്കാർ വേണം, വയസ്സ് മൂത്ത ആൾക്കാരൊന്നും വേണം. വയസ്സ് മൂത്തൊക്കെ നിങ്ങൾ തയ്യാ. കാരണം എന്താ പറയുക, ഈ മാസ്റ്ററൊക്കെ ക്ലാസ് എടുത്തിന് എന്താ പറയുക, വക്കീലന്മാരെ ചോദ്യം മൂപ്പര് ക്ലാസ് എടുത്തിന് ഞങ്ങൾ ഓരോ പരിപാടിയിൽ. ഈ അടിയന്തരത്തിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തിന്. സ്വകാര്യം ഞങ്ങൾ നിന്നാണ്ട് അങ്ങനെ ക്ലാസ് എടുത്താണ് ഇന്ന മനുഷ്യൻ പ്രായമായപ്പം കൊസ്താക്കി മൂപ്പരത് അഴിഞ്ഞ്. അത് നമുക്ക് കിട്ടൂല. അതേമാതിരി ചീപ്പിനെയാണെന്തോ അഴിഞ്ഞ് എല്ലാവരും ഞങ്ങളൊക്കെ ഒക്കെപാട് നിന്ന്, ഞങ്ങളെല്ലാവരും നിന്ന്, മാസ്റ്റർ നിന്ന്, അരിയാക്കിൽ നിന്ന്, എല്ലാവരും നിന്ന്. അന്നാണ് നമ്മളെ മമ്മൂഞ്ഞാജിനെ ഇവിടെ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ വേണ്ടവരൊക്കെ മാസ്റ്റർ ഞങ്ങളൊക്കെ വേണ്ടവർ നല്ലോന്ന് അയച്ച മുമ്പ് 14,000 വോട്ടിനാണ് ജയിച്ചത്. 14,000 വോട്ടിനാണ് അയച്ചത്. പിന്നെ ഇവരൊക്കെ ഒന്നാണ് കഴിഞ്ഞ്. അപ്പൊ നമ്മൾ പാർട്ടിക്ക് പരാജയമില്ല, പാർട്ടി ജയിക്കണം, നല്ല നേതാവിനെ സ്ഥാനാർത്ഥി നിർത്തി ഒക്കെ നോക്കി. അങ്ങനെ പിന്നൊക്കെ ഇവരൊക്കെ മാസ്റ്റർ പോയി, ഷെരീഫ് പോയി, എല്ലാവരും പോയി. അതുപോലെ പോണത് പോട്ടെ, നമുക്കൊരു പരാജയമില്ല, പാർട്ടിക്ക് പരാജയമില്ല, നമ്മൾ കിട്ടുമൊക്കെ. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ കണക്കൂട്ടൽ ഞങ്ങളൊരു മാറും. കാരണം എന്താ, ഒരു 35 വോട്ട് നമ്മൾ ഓരോ ബൂത്ത് കിട്ടിയാൽ നമുക്ക് ജയിക്കാം. അപ്പൊ ഒരു 5,000 വോട്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത് മമ്മൂണിക്ക് എതിർ നിൽക്കാൻ ആളില്ലേ? മമ്മൂണിക്ക് എതിർ നിൽക്കാൻ ആളില്ല. അയാൾ മരിച്ചോണ്ട് വരുന്നുണ്ട്, കല്യാണത്തിന് വരുന്നുണ്ട്, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കണക്കൂട്ടി കൊടുക്കണ്ടേ? അങ്ങനെ 5,000 വോട്ട് എങ്ങനെ നമുക്ക് ജയിക്കും? ഞങ്ങൾ കണക്കൊക്കെ കൂട്ടി, നമ്മൾ പാർട്ടിക്കാരെ കണക്കൊക്കെ കൂട്ടി. ഞാൻ മെമ്പർഷിപ്പ് ഇല്ല, മെമ്പർഷിപ്പിന്റെ കാര്യം പറയാണ്. ഇവിടെ 13 മെമ്പർഷിപ്പ് ഉണ്ട് CPM-ന്റെ. ഓരോ വോട്ട് അതുപോലെ ഓരോ വോട്ട് അവിടെ 13 ആള്. എന്നാ മനസ്സിലായി, ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ വോട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങൾ കണക്കൊക്കെ കൂട്ടി നവസാദ് എന്നെ നിർത്തി. ഫസ്റ്റ് ഞാൻ എന്തായിരുന്നു, ഒരു 13-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് പിറ്റത്തെ 13 ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക. വീട്ടിലിരുന്നായിട്ട് ഞാൻ TV വന്ന് വോട്ടുണ്ടാകുമ്പോൾ കൊണ്ടോട്ടി നവസാദ് 1200 വോട്ടിന് മമ്മൂണ്ണി അതിനായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ മേപ്പടി ചാടിപ്പോയി. അപ്പൊ എന്റെ പേക്കാര് എന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറഞ്ഞു, എത്രയാണ് ബാപ്പാക്ക് എന്താപ്പത്, ബാപ്പാക്ക് എന്താ പറഞ്ഞ പോയി നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മൂണ്ണി തോറ്റ് ഓരോ എണ്ണിട്ടുള്ളൂ. പിന്നെ നോക്കിയപ്പം കണ്ടീന് 5,000 വോട്ടിന് മമ്മൂണ്ണി ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കണക്ക് വെച്ചോ അങ്ങനെ കണക്ക് വെച്ചോ കണക്കൂട്ടിയപ്പോ എന്നെ നോക്കുമ്പോ 12,000 വോട്ടിനാണ് ലീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചു പേര് നോക്കിയപ്പോ 20,000 വോട്ട്. പിന്നെ TV കൂട്ടി. പിന്നെ TV കിട്ടിയപ്പോ പിന്നെ അങ്ങോട്ട് നോക്കി. ഞങ്ങളെ തറവാടുണ്ടല്ലോ ബംഗാളില്. പിന്നെ കഥ പറയും വേണ്ട, അവിടെ ആകെ പട്ടിണിയായിരിക്കും. അവിടെ ആകെ
പട്ടിണിയായപ്പോ പെണ്ണ് പറഞ്ഞ് ഞങ്ങളാണ് പിന്നെ ചോറ് അരിയൊക്കെ വെക്കുന്നത് ഞങ്ങളാണ്. കുറെ കാലമുണ്ട് 10-15 നിങ്ങള് ഞങ്ങളെ പട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് വെച്ചു പോട്ടെ, ഞങ്ങളൊക്കെ നോക്കട്ടെ തന്നെ. പെണ്ണ് തൂത്തുകാരി, പെണ്ണാണ് തൂത്തുകാരിയല്ല. ഞങ്ങളും പിന്നെ പാണക്കാട് ഹൈദരാബാദ് ചേർന്ന് ഞങ്ങൾക്ക് പോകാം മെമ്പർഷിപ്പിന്. അന്ന് 2 തെരഞ്ഞെടുപ്പ് വന്നു. അവിടെ സിറ്റി MLA തോറ്റത് 60,000 വോട്ടിനാ, മറ്റു 35,000 വോട്ടിനാ. ഇതൊക്കെ മാർക്കറ്റ് പറഞ്ഞ ആള് തോറ്റാ. നമ്മളന്ന് 60 പോയി ഇല്ലേ? അങ്ങനെ നമ്മൾ സംഭവിച്ച്. അങ്ങനെ ഈ വയസ്സ് വന്നാല് ഒന്നില് വേണം. ആ വയസ്സ് വന്നാല് നമ്മളെപ്പോഴും ബഹുമാനിക്കണം. 40 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും വേണം സംഗതിയിൽ, അല്ലാതെ ആ സംഗതി മുന്നോട്ട് പോകില്ല. നിങ്ങൾ ഏറ്റവും പറയാം, അവൻ എൻ്റെ കുറേ കുടുംബങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ ഒരു ക്ലാസ് ചായവിട്ടുണ്ടാക്കുക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളവർ. അത് പാണക്കാട് ഹൈദരാബാദ് തങ്ങൾ കുടുംബം നേതൃത്വം വഹിക്കണം. അതിക്ക് നമ്മൾ അണി നിരക്കുക. അത് തന്നെ അള്ളാഹു നമുക്ക് ആയുസ് നേടിയിട്ട് അവർക്കും. കാരണം എന്താണ്? പിന്നെ ഒരു കാര്യം, നിങ്ങൾ പാണക്കാട് ഞങ്ങളെ പണക്കോട്ടല്ല അത് തങ്ങൾ തീരുമാനിച്ചോളും. അത് തങ്ങൾ തീരുമാനിച്ചോളും. അതിന് ലീഗ് കുട്ടികളുണ്ട് ഇവിടെ, എവിടേക്കാ പോകേണ്ടത് വരേണ്ടതെന്ന് ആയിരിക്കും നിങ്ങൾ കഴിച്ചു നടത്തേണ്ട. നമ്മൾ നല്ലതൊക്കെ പോയി കണ്ട് ഞാൻ എല്ലാവർക്കും എൻ്റെ സ്വാഗതം പറഞ്ഞ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ അള്ളാഹ് ഞാൻ ശ്രദ്ധിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൾ മാസ്റ്റർ